പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്ന് വിദ്യാർത്ഥികളുടെ മൊഴി വരുന്നു. നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭയം കാരണം സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിദ്യാർത്ഥിനികളും വിട്ടുനിന്നു. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് UGCക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. MG പ്രതീഷ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, യഥാർത്ഥത്തിൽ വളരെ കടുത്ത റിപ്പോർട്ടാണ് ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി UGC കൊടുത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറയുന്നത് ശരിയാണ്. കാരണം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് വിശദമായ അന്വേഷണം പൂക്കോട് വെറ്റിനറി കോളേജിൽ നടത്തിയിരുന്നു. ഈ അന്വേഷണം നടത്തി UGCക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. അത് പ്രധാനമായും ഡീൻ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾ തന്നെയാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് മുൻപിൽ മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ ഇരുവരും ഈ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഒരു കാര്യങ്ങളും പോലീസിനോട് പറയാൻ വിദ്യാർത്ഥികൾക്കായില്ല. ഭയം മൂലം പല കാര്യങ്ങളും മറച്ചു വയ്ക്കുകയായിരുന്നു എന്നതാണ് വിദ്യാർത്ഥികൾ ഈ അന്വേഷണ സമിതിക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥിനികളും അടക്കം ഈ ഹിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകാൻ വിസമ്മതിച്ചു, അല്ലെങ്കിൽ വിട്ടുനിന്നു. ഏകദേശം 85ഓളം ആൺകുട്ടികളാണ് ഹിയറിംഗിന് ഹാജരാകുന്നതും ഈ റാഗിംഗ് സ്ക്വാഡിന് മുമ്പിൽ മൊഴി നൽകുന്നതും. പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും അധ്യാപകരും അടക്കം മൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നു. 4 അധ്യാപകർ മാത്രമാണ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയത്. ഒപ്പം 4 വിദ്യാർത്ഥിനികൾ മാത്രമാണ് ഹിയറിംഗിൽ പങ്കെടുത്തത്. 2 ഈ മറ്റ് സ്റ്റാഫുകൾ മാത്രം ഹിയറിംഗിൽ പങ്കെടുത്തു. അതായത് ഈ പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന ഒരു ഭയം കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. മാത്രമല്ല, ഈ ക്യാമ്പസിൽ നേരത്തെയും സമാനമായ രീതിയിലുള്ള മർദ്ദനമുറകൾ നടന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. 2019-ലും 2021-ലും സമാനമായ മർദ്ദനങ്ങൾ അല്ലെങ്കിൽ റാഗിംഗ് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അതിൽ 2 വിദ്യാർത്ഥികൾ ഇരയായി എന്നും അതിൽ ഒരു വിദ്യാർത്ഥി 2 ആഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 2 ആഴ്ച ഈ വിദ്യാർത്ഥി എവിടെയായിരുന്നുവെന്നോ അല്ലെങ്കിൽ ആ 2 ആഴ്ച ആ വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചുവെന്നോ പറയാൻ ആ വിദ്യാർത്ഥി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങൾ കൂടി, ചില ശുപാർശകൾ കൂടി ഈ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്നതാണ്. ഒപ്പം ഈ യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണം എന്നതുമാണ് പ്രധാനപ്പെട്ട ശുപാർശ. അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ യുവജന സംഘടനകൾ അടക്കം ആ ക്യാമ്പസിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഈ നേരത്തെ തന്നെ കുടുംബം പലതവണയായി ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ട്. അസിസ്റ്റന്റ് വാർഡന്റെയും ഡീനിന്റെയും ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു. കുടുംബത്തെയും ഒപ്പം ഈ പുറത്തും അവിടെ നടന്ന കാര്യങ്ങൾ അറിയിക്കാതിരിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ ക്യാമ്പസിൽ തന്നെ നടന്നുവെന്നും ഈ റിപ്പോർട്ടിൽ വെളിവാകുന്നുണ്ട്. ഈ പല കുട്ടികളും ഈ നടന്ന കാര്യങ്ങൾ ഹിയറിംഗിൽ പറയാൻ മടിച്ചു നിന്നു. 2 വിദ്യാർത്ഥികൾ ഓൺലൈനായാണ് ഹിയറിംഗിൽ ഹാജരായത്. ഈ ഓൺലൈൻ ഹിയറിംഗിൽ ഹാജരായ 2 വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥിന് നേരിട്ട ക്രൂരമർദ്ദനങ്ങളും അവിടെ ഉണ്ടായ മറ്റു കാര്യങ്ങളും അടക്കം വിശദമായി അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പോലീസ് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ ശരിവെക്കുന്നുമുണ്ട് ഈ റിപ്പോർട്ട്. 4 ഇടങ്ങളിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.